Hi friends, welcome back to Zach's Varieties. എവിടെ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? കൽപ്പേനി ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുന്ന് കൽപ്പേനി നമുക്ക് മൊത്തം ഒന്ന് കാണാം അല്ലേ? ഞാനിപ്പോ ഉള്ളത് കവരത്തി കപ്പലിന്റെ മുകളിലാണ്. ഇപ്പൊ കൽപ്പേനി തീരത്ത് വന്നിട്ട് എത്തിയതാണ് കപ്പല്. ഇനി ഈ കപ്പലിലെ പാസഞ്ചേഴ്സിനെ നേരെ കൽപ്പേനിയിലേക്ക് ഇറക്കും. അതിൽ കൂട്ടത്തിൽ എനിക്കും ഇറങ്ങണം. അപ്പൊ പാസഞ്ചേഴ്സ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ലാസ്റ്റാണ് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ ബോട്ട്. ഇവിടുന്ന് മറ്റേ കരയിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മളെ മോള് ഇറങ്ങുന്നുണ്ട്. നല്ല ശ്രദ്ധിച്ച് ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ ആള് വെള്ളത്തിലേക്ക് വീണു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വളരെ ബാലൻസിൽ അങ്ങനെ ഇറങ്ങിയിട്ട് വേണം ഇതില് ഈ ബോട്ടിലേക്കുള്ള യാത്ര. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഈ ബോട്ട് ഫുള്ളായി കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് പോകും. ഇപ്പൊ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് കപ്പല്. ഇതിൽ കുറച്ച് പാസഞ്ചേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാവരും ഒന്നും ഇവിടെ ഇറങ്ങുന്നില്ല. ഇവിടെ പെർമിറ്റ് ഉള്ളവർക്കുള്ളും ഇവിടെ ഇറങ്ങാൻ പറ്റും, അല്ലാത്തവർക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റൂല. അപ്പൊ നമ്മളെ ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റിനുള്ളിലായിട്ട് അവിടെ കൽപ്പേനി ജെറ്റീൻ്റെ അവിടെ എത്തും. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഈ കപ്പൽ ഇനി തിരിച്ച് വൈകുന്നേരം ഇവിടേക്ക് വരും. അപ്പൊ തിരിച്ച് ഇതിൽ തന്നെ മടങ്ങി പോകും വേണം. അങ്ങ് ദൂരെ കാണുന്ന അതാണ് കൽപ്പേനി ഇതിന്റെ അറ്റം, കണ്ടില്ലേ? ഇതാണ് കപ്പല്. ഈ കപ്പൽ ഇനി ഇവിടുന്ന് ആന്ത്രോത്ത് എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് പോകും. എന്നിട്ട് ആന്ത്രോത്തിലെ പാസഞ്ചേഴ്സിൽ ഇറക്കും. എന്നിട്ട് ആന്ത്രോത്തിൽ നിന്ന് ആളെ ഇതിലേക്ക് കയറ്റിയിട്ട് ഇത് വൈകുന്നേരം ഒരു 5:30 മണി, ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് അത് കൽപ്പേനിയിലേക്ക് എത്തും. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഞങ്ങൾ കൽപ്പേനി കംപ്ലീറ്റ് കറങ്ങി കാണും. ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതെ, പെരിന്തൽമണ്ണ. ഇപ്പൊ സമയം രാവിലെ 7 മണി. 4 മണിക്ക് തന്നെ കപ്പലോട് എത്തിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് കര. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ പോലീസ് പേപ്പറൊക്കെ സൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ സുഹൃത്ത് ഇവിടെ വണ്ടിയായിട്ട് വരും. അദ്ദേഹത്തിന്റെ കാറിൽ കറങ്ങണം. അപ്പൊ എല്ലാവരും ഇറങ്ങൽ തുടങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ വണ്ടി. LPLD എന്നുണ്ടല്ല, ഇതാണ് ലക്ഷദ്വീപിന്റെ വണ്ടി. ഇനി ഇതില് ഞങ്ങൾ കംപ്ലീറ്റ് കറങ്ങി നമ്മുടെ സുഹൃത്തിന്റെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി വൈകുന്നേരം ഇവിടത്തെ കംപ്ലീറ്റ് കറക്കം കഴിഞ്ഞ് തിരിച്ച് ഈ കപ്പല് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആന്ധ്രത്ത് നിന്ന് തിരിച്ച് ഇവിടെ എത്തും. എന്നിട്ട് ഇതില് കയറിയിട്ട് പിന്നെ അടുത്ത ദ്വീപിലേക്ക് പോകണം. ഇനി ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ബീച്ചുകളുണ്ട്. ലക്ഷദ്വീപിലെ കൽപ്പേനിയിലാണ് ഞാൻ ഉള്ളത്. ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ബീച്ചും കാര്യങ്ങളും ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഭാഗമാണ് കുമേൽ ബീച്ച് എന്ന് പറയും. അപ്പൊ അതിന്റെ അകത്തേക്ക് നമുക്ക് പോവാം. ഇവിടെയൊക്കെ ഭയങ്കര കാറ്റാണ്. അപ്പൊ അതുണ്ടാവും, അതിന്റെ ഒരു ശബ്ദം ഉണ്ടാവും. ഇവിടെ ചെന്ന് കയറിയാൽ തന്നെ കുമേൽ ബീച്ച്, നല്ല പഞ്ചാര മണല്. ടൂറിസ്റ്റേഴ്സ് ഉണ്ടല്ലേ, നല്ല കച്ചവടം ആയിരിക്കും. ഒരു ഗിഫ്റ്റ് അല്ലേ, വെൽക്കം ഡ്രിങ്ക്. അന്തരീക്ഷത്തു നിന്ന് വെള്ളം എടുക്കുന്ന മെഷീനാണത്. ഈ ഇളനീര് വെട്ടലൊരു ടൂറിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ല, അത് ഇവിടെ ഒരു സമുദ്രം പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. വലിയ ചാർജാണ്. അത് ഇന്ത്യയിലുള്ള എല്ലാ പിന്നെ ടൂറിസ്റ്റേഴ്സും വരുന്നൊരു കപ്പലുണ്ട്. ഞാൻ വന്ന കപ്പൽ തന്നെ കവരത്തിയ കപ്പലില്. അപ്പൊ അവരെ സ്വീകരിക്കാനുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഈ ഒരു ഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് ആ ടൂറിസ്റ്റേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണ മറ്റുള്ള ടൂറിസ്റ്റേഴ്സിന് ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഇവിടെ എല്ലാവിധ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കുമേൽ ബീച്ചില്. അപ്പൊ ഞങ്ങള് ടൂറിസ്റ്റേഴ്സ് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണണം. നമ്മുടെ അടുത്ത് കാറുണ്ട് നമ്മുടെ സുഹൃത്തിന്റെ. അപ്പൊ ഒരു ദിവസം കാറിൽ കംപ്ലീറ്റ് കറങ്ങി കാണാനുള്ള സ്ഥലം ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവുള്ളൂ ഈ ദ്വീപുള്ളത്.
അപ്പൊ ഇനി തിരിച്ച് ഈ കപ്പലിൽ തന്നെ തിരിച്ച് ഞങ്ങൾ രാത്രി അതിൽ കയറും. പിന്നെ നാളെ രാവിലെ വേറൊരു ദ്വീപിലെത്തും. പിന്നെ അങ്ങനെ പോയിട്ടുള്ളൊരു പിന്നെ ഒരു സംഭവമാണ് അത്. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിന് വരാം, ഈ ഒരു കപ്പലിന് വരാം. എല്ലാ കപ്പലും അങ്ങനെ വരുന്നില്ല, ഈ ഒരു കപ്പൽ മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് ഇനി പോകണം. പിന്നെ നമ്മളെ ഫറാഹിന്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം അവിടുന്ന്. അതൊരു ചെറിയൊരു ദ്വീപാണ് കാണുന്നത്. ദ്വീപി നിവാസികൾ ഇവിടെ ടൂറിസ്റ്റ് സ്റ്റേഷനിലെ കുറച്ച് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ ദ്വീപ് അലുവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സ്പെഷ്യൽ അലുവ. ഫിഷ് ആയിട്ട് എന്താ ഉള്ളത്? എന്നിട്ട് ഓടി വാടി. ഇവിടെ ഇതാണ് കയാക്കിംഗ്. ഇന്ത്യ കുപ്പായത്തിന്റെ പോലെ തന്നെ ഇതിന്റെ കളറ്. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, വയലറ്റ്. ഇതാണ് കയാക്കിംഗ്. ഇത് സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്. ഇവിടെ ഓല മേഞ്ഞ ഷെഡ് ഉണ്ടല്ലേ, ഇവിടെ ടൂറിസ്റ്റ് സ്റ്റേഷൻ ഇവിടെയാണ് ഭക്ഷണ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇവിടെ പിന്നെ തെങ്ങുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഓല ഉണ്ടാവും ഇവിടെ. ഞങ്ങൾ പെരിന്തൽമണ്ണ, കോഴിക്കോടിന്റെ അടുത്ത് 70 കിലോമീറ്റർ, 70 കിലോമീറ്റർ. ഇവിടെ വിൽപ്പനല്ലേ? അങ്ങനെ ഇവിടുന്ന് മടങ്ങാണ്. നമ്മളെ ഫർഹാന് എണ്ണ അടിക്കണം എന്ന് പറഞ്ഞു, പെട്രോള്. കൽപ്പേനിയിലെ പെട്രോൾ പമ്പ് കാണാം. ഇതാണ് റോഡ്. ഇത് ബാരലിൽ വന്ന് നിൽക്കുന്നതാണ്, അതുകൊണ്ട് ഇത്രയും ബാരലാണ്. ഇവിടെ 1 ലിറ്റർ ഡീസൽ എത്രയാ ചാർജ്? മറ്റേ പെട്രോളോ? നമ്മുടെ നാട്ടിൽ അതേ റേറ്റ് തന്നെ അല്ലേ? ഇവിടെ പമ്പുള്ളത് കൊണ്ടാണ് ഈ റേറ്റ്. അകത്തിയിൽ പമ്പില്ല, അവിടെ പിന്നെ റേഷനാണ്. ഒരാൾക്ക് ഇത്രന്നൊരു കണക്കുണ്ട്. അതൊരു ലിറ്ററിന് പെട്രോൾ 140 to 150 വരെ ചാർജ് ഈടാക്കുന്നുണ്ട് അവര്. പമ്പില്ലാത്ത ദ്വീപിൽ ഇതേപോലെ ബാരലിൽ വന്നിട്ട് ബാരലിൽ നിന്ന് പിന്നെ മുക്കിയിട്ട് നമ്മൾ അതിന്റെ അളവ് പാത്രത്തിൽ കൊടുക്കുക ചെയ്യാറുള്ളത്. കപ്പൽ ഇപ്പൊ അടുക്കുന്നുണ്ട് അങ്ങോട്ട്. ലക്ഷദ്വീപിലെ കപ്പലൊക്കെ എടുക്കുന്ന വെസ്റ്റേൺ ജെറ്റിയാണ്. വെസ്റ്റേൺ ഈസ്റ്റേൺ എന്നൊക്കെ പറയാം. വെസ്റ്റേൺ ജെറ്റിയാണ്. അതാണ് കര. അങ്ങനെ വന്ന് ഇതൊക്കെ പൊട്ടും. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മളുടെ ഇത് ലൈറ്റ് ഹൗസ്. ഈ വണ്ടിയിലാണ് ഇവിടേക്കുള്ള വാഹനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. ഇത് വെച്ചിട്ടാണ് ഇറക്കുക സാധനങ്ങൾ. നമ്മുടെ ഫർഹാന്റെ വാപ്പയമ്മ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് രാവിലത്തെ ഒരു ചെറിയൊരു
ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു കടി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇനി നമുക്ക് ഫർഹാന്റെ ചായക്കട കാണാം. അത് കടലാണ്. കടലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതാണ് ഹോട്ടൽ മന്ന. അപ്പൊ ഇനി ഇതിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു സ്പെഷ്യൽ മോഡലാണ് ഈ ലക്ഷദ്വീപിന്റെ ചായപ്പൊടി പറഞ്ഞാല്. ഇതാണ് ഇതിന്റെ അകത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ മണലിൽ തന്നെ അങ്ങനെ അങ്ങോട്ട് കയറുന്ന ഒരു സംഭവമാണ്. മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിരുന്നത്. ഇവിടെ ചോറും കറിയും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വെറും എണ്ണക്കടികൾ മാത്രം ഉണ്ടാകുക. അതാണ് കടല്, പിന്നെ റോഡ്, പിന്നെ ഈ കാണുന്ന ഈ ഒരു ഹോട്ടല്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറാണ്. ചില സ്ഥലങ്ങളിൽ ഈ ഇവിടെയുള്ള കടികളൊക്കെ ഇങ്ങനെ പുറത്ത് ഗ്ലാസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കടയിലെ ആൾക്കാർ കയറിയിട്ട് ഇന്ന കടി ഉണ്ട് എന്ന് അവർക്ക് അറിയാം. അവിടെ നിന്ന് കയറി കഴിക്കുക. അങ്ങനെയാണ്. ഇതൊരു താൽക്കാലിക ഒരു ഷെഡ് കെട്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഒരു ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവന്റെ ഉമ്മയാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ മറ്റുള്ള ഹോട്ടലുകളുണ്ട്, ഊണൊക്കെ ഉള്ള ഹോട്ടലിൽ നമ്മൾ രാവിലെ മുൻകൂട്ടി പറയണം നമുക്കിവിടെ ചോറ് വേണമെന്നുള്ള വരും, എന്നെങ്കിലുള്ളൂ ഇവിടെ ഊണ് കിട്ടുക. കാരണം ഇവിടെ അങ്ങനെയാണ്. കാരണം ഇവിടെ ഉള്ള വീട്ടുകാരൊക്കെ അവരവരെ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കും. പിന്നെ തൊഴിലാളികളൊക്കെ ഉണ്ട്. തൊഴിലാളികൾക്ക് ഇവിടെ മെസ്സ് മോഡലിലാണ്. അവര് പിന്നെ ഒന്നിച്ച് ഒരു മാസത്തിന് ഒന്നിച്ച് പറഞ്ഞേൽപ്പിക്കും ഞങ്ങൾക്ക് ഊണ് വേണമെന്ന്. ഇതിവിടുത്തെ കിണറാണ്. ഈ ചെറിയൊരു കിണറാണിത്. വളരെ വളരെ കുറവാണ്. ചിലതിൽ ചെറിയൊരു ഉപ്പിന്റെ അംശം ഉണ്ടാവും, ചിലത് നല്ല വെള്ളമായിരിക്കും. പൊതുവെ നല്ല വെള്ളം തന്നെ ഉണ്ടാകാറുള്ളത്. ഈ സാധനത്തിന്റെ പേരെന്താണ്? പത്തിരി. വാപ്പ ഇവിടെ വാപ്പ മുപ്പരാണ് വാപ്പ അല്ലേ? നമ്മളെ ബാലചന്ദ്രമേനോനെ പോലത്തെ പരിപാടി ഇവരെന്നെയാണ്. എല്ലാ കഥാ, തിരക്കഥ, സംഭാഷണം, പോസ്റ്റർ ഒട്ടിക്കല്, കുക്കിങ്, ക്ലീനിങ് ഒക്കെ വരെന്നെയാണ്. ഇതിന്റെ ഉള്ളില് എന്താ നമുക്ക് കാണാം. അമ്പലം തുറക്കത്. യെസ്, ഇത് ലക്ഷദ്വീപിന്റെ പലഹാരങ്ങളാണ്. നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ടേബിളിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് വെക്കും. ഇത് നടക്കും. പിന്നെ നമുക്കുള്ളത് ആവശ്യമുള്ള നമുക്ക് തിന്നു കഴിഞ്ഞാൽ ബാക്കി അവർ കൊണ്ടുപോകും. അപ്പൊ എത്ര നമ്മൾ കഴിച്ചോ അതിന്റെ പൈസ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ ദ്വീപിലെ സിസ്റ്റം. ഇത് ദ്വീപുകാരുടെ വിഭവങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അല്ലേ? ഈ തുടങ്ങിയോ? പിന്നെ ഇവിടുത്തെ ചായക്കടയിലെ ഏത് എണ്ണക്കടിക്കും 10 രൂപയാണ് ചാർജ്. ഇനി നമ്മൾ ടിപ്പ് ബീച്ച് കാണാൻ പോവാണ്. കൽപ്പേനിയിലെ ടിപ്പ് ബീച്ച്. അപ്പൊ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെയും കടല്, ഇവിടെ റോഡ്, അവിടെയും കടല്. അപ്പൊ കണ്ടോളൂ, ഇതാ കടല് ഇങ്ങനെ വന്ന്, ഇത് റോഡ്, ഇങ്ങനെ വന്ന് കടല്. ഇതിന്റെ ഇടയിലാണ് നമ്മളുടെ ടിപ്പ് ബീച്ച് നിലനിൽക്കുന്നത്. വരൂ. ഒക്കെ പണ്ട് വന്നത് നമ്മള്. ഇവിടത്തേക്ക് പഴയ ഫോട്ടോസ് ഉണ്ട് എന്റെ ബാബാന്റെ. അത് കടല്, ഇത് കര, അത് കടല്. സോളാർ. ഇതാണ് ഇതിന്റെ ഒരു എൻഡ്, ഈ കൽപ്പേനിന്റെ എൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 ചെറിയ ദ്വീപുകളുണ്ട്. ചെറിയ ദ്വീപ് എന്ന് പറഞ്ഞാൽ പിട്ടി ദ്വീപ് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ നമ്മൾ ഇതിന്റെ എൻഡിലേക്കാണ് പോകുന്നത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് അങ്ങ് ദൂരെ കണ്ടില്ലേ, അതാണ് എൻഡ്. പിന്നെ അവിടെ കടലൊന്നിക്കും. ഇപ്പോൾ നമ്മൾ ഇതിന്റെ എൻഡിൽ വെച്ചിരിക്കുന്നത് പഞ്ചാരമണൽ. സൂര്യൻ ഉദിച്ചു വരികയാണ്, കണ്ടില്ലേ? ഇപ്പൊ സമയം ഇപ്പോൾ 8:10 സമയം.
ഇതിവിടെ വന്നിട്ട് ഇങ്ങോട്ട് യോജിക്കുകയാണ്. ഇപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ കുഴികളുണ്ട്, ഞണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിലൊക്കെ നമ്മൾ വീഴുന്ന ശ്രദ്ധിക്കണം അതിനെ നടക്കുമ്പോൾ. അപ്പൊ ഇത് നമ്മള് യോജിച്ചു ഇവിടെ. അങ്ങ് ദൂരെ കാണുന്ന വേറെ ചെറിയ ദ്വീപുകളാണ്, ചെറിയൻ ദ്വീപ് എന്നൊക്കെ പറയും. ഇത് അങ്ങ് ദൂരെ വരെ കംപ്ലീറ്റ് മണലായിരുന്നു. അതായത് ദ്വീപ് ഒന്നിച്ചൊരു ദ്വീപായിരുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വെള്ളം കയറിയിട്ട് അത് വേറെ പീസായി, ഇത് വേറെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത്. ഈ കൽപ്പേനിയിൽ ഒരു അലി ബീച്ച് ഉണ്ട്. അവിടെ നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൽപ്പേനിയിലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ബീച്ചാണ് അലി ബീച്ച്. അതാണ് നമ്മൾ കാണുന്നത്. കൽപ്പേനി കയാക്കിംഗ്, ബീച്ച് കേഫ്, വാട്ടർ സ്പോർട്ട്. ഇത് ഒറിജിനൽ മരല്ലേ? നല്ല പച്ച കളറുള്ള ഇന്റെ കുപ്പായത്തിന്റെ കളറുള്ള കടല ഉണ്ടോ? ഇതാ ഇന്റെ കുപ്പായം പച്ചയല്ല. കേറെ പോട്ടെ പോട്ടെ. നമ്മള് ജാക്കറ്റ് ഒക്കെ ഇടൂല്ലേ? ഇനി എന്താക്കിയാലും മുങ്ങി പോകൂല. കുട്ടീനൊക്കെ പോകുമ്പോ കൊണ്ടുപോണേ അല്ലേ കുട്ടിയെ? നീ അങ്ങേ കൊണ്ടുപോ കുട്ടിക്കാ. ഞാനും മോളും കയാക്കിങ്ങിന് പോണില്ല. മോനും നമ്മുടെ വൈഫും കയാക്കിങ്ങിന് പോവാണ്. പിന്നെ ആ ഏത് കപ്പല്? ഓക്കെ ബൈ. ഒന്നുകൂടെ നോക്കിക്കോട്ടോ. അങ്ങ് ദൂരെ കാണുന്ന ഒരു ചെറിയ ദ്വീപുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. മോനായും തന്നെ പോയിക്കുന്നത്. അവിടെ പോയി തിരിച്ചു വരും. പിന്നെ അവിടെ സ്നോർക്കലിങ്ങും ചെയ്തിട്ടാണ് അവരവിടെ നിന്ന് ഇങ്ങോട്ട് വരിക.
ഞാനും മോളും ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വന്നിട്ട് പിന്നെ മോളെയും കൊണ്ടൊന്ന് കയാക്കിങ്ങിന് പോണം. ഞാനിത് പലതവണ ചെയ്താണ് കയാക്കിങ്. ഇത് മോനാണ് പോകുന്നത്. അങ്ങ് ദൂരെ ഒരു ചെറിയ ദ്വീപുണ്ട്, ആ ദ്വീപിലേക്കാ പോകുന്നത്. എന്തോ ഒരു ക്ലിയർ അറിയാം വെള്ളം. ഈ ഒരു ദ്വീപിലേക്ക് പോവുക, പിന്നെ അവിടെ പോയിട്ട് അതിന്റെ അടുത്ത് സ്നോർക്കലിംഗ് ചെയ്യുന്ന ഒരു സ്ഥലം. നല്ല നമ്മുടെ സ്കൂബിന്റെ ഒരു ചെറിയ സാധനമാണ് സ്നോർക്കലിംഗ് തന്നെ. അത് ചെയ്തിട്ട് ഇപ്പൊ അവര് തിരിച്ചിങ്ങോട്ടേക്ക് വരും. ജിയാദേ, എടാ എങ്ങനെ ഉണ്ടായിരുന്ന കയാക്കിങ്? ചെയ്ത് മാറിക്ക്. റെഡ് നിങ്ങൾ എടുത്ത് വെച്ചോ? റെഡ് എടുത്ത് വെച്ചില്ലേ? നിങ്ങളെന്തേലും കാട്ടിയിരുന്നത്? എങ്ങനെയുണ്ട് കയാക്കിങ് അമരീൻ? സൂപ്പറാ. എന്നാ ഇവിടുത്തെ വെള്ളം കണ്ടാൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന പോലെയാണ്. അത്രക്കും ക്ലിയർ വാട്ടറാണ്. ഞാൻ പിന്നെ ഇറങ്ങിയിട്ടില്ല, എനിക്ക് ഉപ്പുവെള്ളത്തിനോട് വലിയ താല്പര്യമില്ല. ആകെ ഓരോ ഉപ്പിന്റെ ഒരു അംശം എടുക്കും ചെയ്യും. അപ്പൊ മോൻ കടലിൽ നല്ല മുങ്ങി കുളിക്കാണ്. മോനെ നീന്തൽ പഠിപ്പിച്ചാണ്. 15 ദിവസത്തിന് 2000 രൂപ എടുത്തിട്ട് ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഒരു സ്ഥലത്ത് നീന്തൽ പഠിപ്പിച്ചാണ്. ഇവിടെ പിന്നെ ഊഞ്ഞാലില് പാട്ടൊക്കെ ഉള്ള പരിപാടി ഉണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാൻ നമുക്ക്. ഇവരെ സ്പീക്കർ വെച്ചിട്ടാണ് പാട്ട് പരിപാടി. നീ ജിയാദ് കയറിക്കോ. നീ ജിയാദ് തന്നെ. ആ കയ്യോണ്ടാണ്ട് ഉന്തി ആർഡർ ആകുന്നത്. മാറിക്കോ അമ്മരി മാറിക്കോ. ഓനെ കൊണ്ട് കയ്യോ കണ്ടോ? വെറുതെ അയപ്പാനോ.
എൻ്റെ മോന്ത അങ്ങോട്ട് വെക്കോ മോന്ത. ഒന്ന് ആട്ടി കൊടുത്ത ചെയ്യാതെ ചെല്ലേ. ഒന്നങ്ങോട്ട് തിരി തിരി തിരി. പൈസ ഇങ്ങോട്ടാക്ക്, പൈസ ഇങ്ങോട്ടാക്ക്. ഇവിടുത്തെ ഒരു സ്കൂൾ കോമ്പൗണ്ട് ഉണ്ട്, അത് കാണാൻ പോവാണ്. ഇതാണ് കൽപ്പേനിയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിന്റെ ഗ്രൗണ്ടാണിത്. ഇതെല്ലായിരുന്നു വ്യൂ. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, നല്ല പ്രായമുള്ള ഒരു മരം ഉണ്ടായിരുന്നു, അത് പോയി കാറ്റത്ത് വീണു. അതിന്റെ പോസ്റ്റർ ആണെന്നുണ്ടോ നമ്മുടെ ഇവിടുത്തെ ഗ്രൗണ്ടാണിത്. അമ്മനെ ഏത് ദ്വീപാണിത്? യെസ്. കയറിയിരുന്നോ? നിന്ന് കഴിഞ്ഞാലാണ് അവിടുത്തെ വൈബ്. ഇത് കൽപ്പേനിയിലെ കടലാണ്. ഇവിടുത്തെ ഹെലിപാഡ് നമുക്ക് കാണാം. ഇവിടെ കടൽ, ഇവിടെ ഹെലിപാഡ്, അവിടെ കടൽ. കണ്ടോളൂ, അത് കടൽ. അങ്ങനെ വന്ന് ഇവിടെ ഹെലിപാഡ്, അങ്ങനെ വന്നിട്ട് ഇവിടെ കടൽ. ഏരിയ ഉണ്ടല്ലേ. ഇവിടുത്തെ ആംബുലൻസ് ആണ് ഹെലികോപ്റ്റർ. ഇവാക്വേഷൻ, അസുഖം, പിന്നെ പെട്ടെന്നുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഒക്കെ ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കുക. സൂര്യൻ അതാ വരുന്നു. കൽപ്പേനീൻ്റെ കടൽ തീരത്തുള്ള ജിന്ന് മസ്ജിദ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. ഇവിടെ കുറേ നല്ല ശുദ്ധമായ വെള്ളമുള്ള കുളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. എത്ര കുളമുള്ളത്? 7 കുളം, 7. പഴയൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടെ പോവാം. ഫസ്റ്റ് കേസ് ഇതാ, അത് പിന്നെ ഉണ്ടാക്കിയതാ. തലമുട്ടരുതേ. ഇപ്പൊ ഒന്ന് പുതുക്കിക്കുന്നല്ലേ ഇതൊക്കെ? ഞാൻ ഈ പള്ളീന്റെ അകത്തേക്കൊന്ന് കയറാണ്, അവർക്കൊന്ന് കാണാന്. ഇതിനൊരുപാട് പിന്നെ ഐതിഹ്യങ്ങളുണ്ട്. കൂടി ഞാൻ പറയുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ ഉണ്ടാക്കിയാന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പിന്നെ അറേബ്യയിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ആദ്യമായിട്ട് അവിടെ ഉണ്ടാക്കിയ പള്ളിയാണെന്നും പറയുന്നുണ്ട്. ഏതായാലും കുറെ പഴക്കമുള്ളതാണ്. ഇപ്പൊ കുറെ റിപ്പയറിംഗ് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പ് വന്ന സമയത്ത് ആകെ പഴയൊരു മോഡലേ ഉണ്ടായിരുന്നു. ഇതിന്റെ പഴയ എപ്പിസോഡിൽ ഒന്ന് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നത് മുമ്പ്. ഞാനിപ്പം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കുന്നു. ഈ പുറത്തുള്ള ബാക്കി കുറച്ച് കുളങ്ങളും ഈ കടൽ തീരവും കടലൊക്കെ ഒന്ന് കാണാൻ നമുക്ക്. നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും മറ്റേ സൈഡിൽ കൂടി അങ്ങോട്ട് പോയിക്കുന്നു. ഞാൻ പള്ളീൻ്റെ അകത്ത് കയറിയ സമയത്ത്. പള്ളീൻ്റെ സൈഡ് ഭാഗമാണ്.
ദൂരെ കാണുന്ന കടല്. അപ്പം ഇതാണ് മൊഹീദ്ദീൻ മസ്ജിദ്. അതിൻ്റെ തൊട്ടടുത്ത് കടൽ, കുറേ കുളങ്ങൾ, 7ഓളം കുളങ്ങളുണ്ട്. ഇതാണ് എൻ്റെ വ്യൂ. ഇത് കൊപ്പര ഉണക്കിട്ടതാണ് ഇവിടെ. കാക്ക കുത്തിക്കൊണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നെറ്റിലാണ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് കൊപ്പര ഉണക്കുക. നമ്മളിനി ഇവിടുത്തെ ഒരു കയർ ചകിരിയൊക്കെ ഉണ്ടാകും, കയർ ഫാക്ടറിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു. ഇത് ലക്ഷദ്വീപിലെ കൽപ്പേനിയിലെ സ്ക്വയർ ഫൈബർ ഫാക്ടറിയാണ്. ഇത് ചകിരിയിൽ നിന്ന് ഇതെടുക്കും, എന്നിട്ട് പിന്നെ മറ്റേതാക്കും, പിച്ച് കയറാക്കും. കയർ ഇവിടെ ആക്കില്ല, ചവര് പറഞ്ഞ് ചവരിയാൽ ഇരിച്ചിട്ട് ഇതിന്റെ വർക്ക് എപ്പോഴാ നടക്കല് ഇവിടെ? ഇതിന്റെ വർക്ക് എപ്പോഴാ നടക്കല്? ആ, അപ്പൊ അതിന് സ്റ്റാഫൊക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ ഇത് സോറി, അപ്പൊ ഇത് എവിടെ നിങ്ങൾ കളക്ട് ചെയ്യല് ഈ സാധനങ്ങള്? ചകിരി ഇല്ല, അത് വെറുതെ കിട്ടുമോ ഇവിടെ? വെറുതെ കിട്ടുമോ? ഇല്ല, പൈസ കൊടുക്കണ്ടേ? ഗവൺമെന്റ് ഇല്ല. ചകിരി ഉണ്ടല്ലേ, കേരളിംഗ് യൂണിറ്റ്. അവിടെ കാണുന്ന സാധനം എന്താണ്? അത് വേസ്റ്റാ? അത് മറ്റേ ചെടിക്കൊക്കെ ഇടുന്നല്ലേ? ഇത് നമ്മളെ കേരളത്തിലേക്ക് കയറ്റി അയക്കും അല്ലേ? ഇല്ല, ഇത് ചകിരി എന്താ ഉണക്കുന്നേ? വെള്ളത്തിലിട്ട് വെക്കുന്നല്ലേ? ആ, ചകിരി വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇത് എത്ര ദിവസം വെള്ളത്തിലിട്ട് നിൽക്കും ഇങ്ങനെ? പിന്നെ ഈ പ്രോസസ്സിങ് നടക്കും. ലക്ഷദ്വീപിലെ കുടിവെള്ള പദ്ധതി ഉണ്ട്. കടലിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ട് നാട്ടുകാർക്ക് കൊടുക്കുന്നത് NIOT എന്ന് പറയും. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് കൽപ്പേനി ദ്വീപിലുള്ളത്. ഇതതിൻ്റെ കെട്ടിടം. ഇത് കടലിലെ അതിൻ്റെ ബാക്കിയുള്ള പ്ലാന്റൊക്കെ ഉണ്ട്. ഞാൻ അത് മുമ്പ് ഇത് കാണിച്ചിരുന്നതാണ്. മുമ്പ് ഞാൻ അകത്തിയിലത്തെ കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി പാലത്തിൽ കൂടി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ആ, ഇവിടെയാണ് ഇതിൻ്റെ അവസാന ഭാഗം. ഇത് കടലിൽ കെട്ടിണ്ടാക്കിയൊക്കെയാണ്. ഇവിടുന്ന് വെള്ളം
സജ്ജീകരിച്ചിട്ട് ഈ നാട്ടിൽ കംപ്ലീറ്റ് വിതരണം ചെയ്തു. ഇതാണ് കൽപ്പേനിയുടെ ഒരരു. ഇങ്ങനെ ആറ്റത്തുനിന്ന് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ പോകണ്ടല്ലേ. മീനുകാട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ മരിക്കണ മീനെന്താ കാട്ടുക? ഏത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ മരിക്കണ ഇവിടുന്ന് അങ്ങ് ദൂരെ ഏകദേശം ഒരു 400 മീറ്റർ വരെ പൈപ്പ് ലൈൻ പോയിട്ട് അവിടെ നിന്നാണ് വെള്ളം എടുത്തത്. എന്നിട്ട് ആ വെള്ളം ഒരു പൈപ്പിലൂടെ വന്ന് എടുത്ത് മറ്റേലൂടെ വേസ്റ്റ് വെക്കുന്നില്ല. നല്ല തണുപ്പാണ് അല്ലേ? നല്ല തണുപ്പാണ്. കോൾഡ് വാട്ടർ, ഫ്രഷ് വാട്ടർ ഉള്ളത്. 4:30 മണിക്ക് നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കാണാൻ പോവാണ്. അവിടെ 10 രൂപയാണ് ചാർജ്. 4:30 മണിക്കാണ് അത് തുറക്കുക. അതിന്റെ മുമ്പ് അത് സന്ദർശകർക്ക് പ്രവേശനമില്ല. അപ്പൊ ടിക്കറ്റ് എടുക്കണം 10 രൂപന്റെ. എന്നിട്ടാണ് അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുക. ഇതാണ് കൽപ്പേനിയിലെ ലൈറ്റ് ഹൗസ്. ഊരിട്ട് പോവല്ലേ? ഇത് സൈഡിലേക്ക് വെച്ച് വേറെ ആൾക്കാർ സ്റ്റെപ്പതിയൊന്നുമില്ല. വരി ആ രസത്തിൽ അങ്ങനെ കയറി പോകാം നമുക്ക്. അതിന്റെ മുകളിൽ കയറി ഇങ്ങനത്തെ 173 സ്റ്റെപ്പ് ഉണ്ട്. ഇനി നമ്മൾ കോണി കയറണം ഇങ്ങനെ. ഇനി എവിടെ നമ്മൾ എവിടെ നിൽക്കുന്നത്? കൽപ്പേനി ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുന്ന് കൽപ്പേനി നമുക്ക് മൊത്തം ഒന്ന് കാണാം അല്ലേ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലൈറ്റ് ഹൗസ് ഉള്ളത് മിനിക്കോയിലാണ്. മിനിക്കോയിൽ 1885 ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പ് അതിന്റെ മുകളിൽ ഞാൻ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അതിന് 49.5 മീറ്ററാണ് ഉയരം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ആക്കി കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണത്. അടിപൊളിയല്ലേ? ഇതാണ് ആ ലൈറ്റിങ്. അതിന് ഭയങ്കര പവറാണ് ഈ ലൈറ്റ്. ഈ ലൈറ്റിന് ഉണ്ടോ? എങ്ങനെ കപ്പൽ ഉപയോഗിക്കുന്നില്ല? ഗതാഗതവും മത്സ്യബന്ധന പ്രവർത്തനങ്ങളും വർദ്ധിച്ചതോടെ ഈ കൽപ്പേനിയിൽ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത വന്ന് അങ്ങനെ 1970-കളുടെ തുടക്കത്തിലാണിത് പിന്നെ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ 1976 നവംബർ 21-നാണ് ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. 37 മീറ്ററാണ് ഈ ലൈറ്റ് ഹൗസിന്റെ ഉയരമുള്ളത്. ഇപ്പൊ റഡാറൊക്കെ വന്നുകൊണ്ട് ഇതിന്റെയൊക്കെ ഉപയോഗം കുറെ കുറഞ്ഞു വയ്ക്കുന്നു ഇപ്പോഴും. ഈ ഒരു ഭാഗം AC ആണ്. ഈ ഓണാക്കാനും ഓഫാക്കാനും രാവിലെയും വൈകുന്നേരം ആൾ കയറി ഇറങ്ങണം. അപ്പൊ കുറച്ച് സന്ദർശകരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇനി. കൽപ്പേനിയിലെ മീര കുടിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് കപ്പലിൽ കയറി പോകും വേണം.
അങ്ങനെയാണ്. നിങ്ങളെ പേരെന്താ? ഇതാണ് കൽപ്പേനിയിലെ മീര. ഇതടപ്പെട്ടു മറ്റേ കുപ്പി എടുത്തു. മീര പിടിക്കാൻ ഒഴിവിട്ടിട്ടില്ല. ഇനി ഞങ്ങൾ നേരെ കപ്പലിന്റെ അങ്ങോട്ടേക്ക് കപ്പൽ കയറാൻ വേണ്ടി പോകണം. അതിന് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫർഹാൻ. അപ്പൊ അവനെ വിട്ടിട്ട് ഞങ്ങൾ പോവാണ്. ഇപ്പൊ നമ്മളെ ബോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ അങ്ങനെ കയറിയിട്ട് അങ്ങ് ദൂരെ കപ്പലുണ്ട്, ഈ കപ്പലിലേക്ക് പോകണം. പിന്നെ കപ്പലിൽ കയറണം. എന്നിട്ട് നേരെ മിനിക്കോയിലേക്കാണ് അടുത്ത യാത്ര. ഇപ്പൊ സമയം 5:40 ആകാൻ അയക്കുന്നു വൈകുന്നേരം. ഇവിടെ അവിടെ 2 പിടിച്ചു വെച്ചിരുന്നു. കപ്പലിന്റെ അടുത്തേക്ക് പോവുക. I will send you. അങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കൽപ്പേനി ദ്വീപ് കണ്ട് ഇനി നമ്മുടെ കപ്പലിലേക്ക് കയറാണ്. ഇനി കപ്പലിന്റെ അകത്ത് കുറെ കാഴ്ചകളുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അവിടുത്തെ കപ്പൽ വിവരങ്ങളും ഇതിനുള്ളിലുള്ള കുറെ സംഭവം മുമ്പ് ഞാൻ കാണിച്ചിരുന്നു, എന്നാലും ഒന്നുകൂടി ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാനും ഇനി ഇതിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.